ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ രാവണൻ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ABSന് എന്തിന് പണി കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ ഇപ്പോൾ നമ്മുടെ V3നെ സംബന്ധിച്ചാണ് വലിയ ടയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടാണ് ഞാനിപ്പോൾ ഒരു ഷോറൂമിൽ നിന്ന് ഇറങ്ങി തന്നെ. അപ്പോൾ എൻ്റെ ഒരു ABSന് പണി കിട്ടി. അപ്പോൾ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് ABSനെ കുറിച്ചൊരു വീഡിയോ ചെയ്തേക്കാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ പണി ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ABSന് എന്തൊക്കെയാണ് പണി കിട്ടണമെന്ന് ഞാൻ ചുരുക്കത്തിൽ പറയാം. അപ്പോൾ നമ്മുടെ ഇപ്പം എൻ്റെ വണ്ടിക്ക് എന്നാ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഒന്ന് മൂവിങ് ഒരു 50 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ തന്നെ വണ്ടിയുടെ ABS താനത്താനെ ഓഫാവും. അങ്ങനെയാണെങ്കിലാണ് ABS വർക്കിംഗ് ചെയ്യുന്നത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ വണ്ടിയുടെ ഫുൾ ടൈം ഓണായിട്ടിരിക്കാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ ഫ്രണ്ടാണ് വണ്ടി ഓടിച്ചപ്പോൾ അവനാണ് പെട്ടെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ആദ്യം നോക്കിയത് ഫ്യൂസ് പോയിട്ടുണ്ടോയെന്നാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ABSൻ്റെ അങ്ങനെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം ABSൻ്റെ ഫ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സീറ്റിൻ്റെ അടിയിലായിട്ട് അതിൻ്റെ പ്ലഗ് ഫ്യൂസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിനകത്ത് 30 ആമ്പിൻ്റെ ഒരു പ്ലഗ് ഉണ്ട്. അതാണ് ABSൻ്റെ. അത് പോയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ചിലപ്പോൾ വരാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ABSൻ്റെ സെൻസറിൽ ചിലപ്പോൾ ഈ ഒത്തിരി ചെളിയൊക്കെ കയറി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കിംഗ് അല്ലാണ്ടാവും. അതൊക്കെയാണ്. പിന്നെ കുറേ പേർക്ക് വരുന്നൊരു ഡൗട്ടാണ് വലിയ ടയർ ഇട്ട് കഴിഞ്ഞാൽ ABSൻ്റെ കാലിബ്രേഷനിൽ എന്തൊരു വ്യത്യാസം വരുമെന്നൊക്കെ. അപ്പോൾ ABSൻ്റെ കാലിബ്രേഷനിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ABS വർക്കിംഗ് അല്ലാണ്ടാവും. അപ്പോൾ ABS കാലിബ്രേഷൻ എന്താണെന്ന് ഞാൻ പറയാം. ABS കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ABS സെൻസർ മോട്ടറാണ്. അപ്പോൾ അതിൻ്റെ റൊട്ടേഷൻ അനുസരിച്ചാണ് ആ സെൻസർ വഴി ABSൻ്റെ ഒരു കാലിബ്രേഷൻ അത് സെൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും വ്യത്യാസമൊക്കെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ ചിലപ്പോൾ വലുതിട്ടാലൊക്കെ ആയിരിക്കും. അപ്പോൾ ടയർ വലുതിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി വീൽ സൈസ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്പിന്നിങ്ങിൻ്റെ ടൈമിങ്ങിൽ ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെയാണ് ABSൻ്റെ കാലിബ്രേഷനിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മളത് റീപ്രോഗ്രാമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ചു, ഇതിൻ്റെ ഇപ്പോൾ ടയർ സൈസ് 180ഉം ഇതിൻ്റെ ഹൈറ്റ്, അപ്പം നമ്മുടെ ടയറിൻ്റെ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ അതിൻ്റെ റൊട്ടേഷൻ്റെ ടൈമിങ്ങിൽ വ്യത്യാസം വരാം. ഇപ്പോൾ ഒരു ചെറിയൊരു വീല് 2 പ്രാവശ്യം തിരിയണത് ചിലപ്പോൾ വലിയൊരു വീല് ഹാഫൊക്കെ ആയിരിക്കും തിരിയണത്. ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ABSൻ്റെ കാലിബ്രേഷനും. അപ്പോൾ ഒത്തിരി ഹൈറ്റ് കൂടിയ ടയർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടൈമിങ്ങിൽ വ്യത്യാസം വരും. അങ്ങനെയാണ് പണി കിട്ടുന്നത്. അപ്പോൾ ABS മോട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മോട്ടർ സെൻസർ. ഒരു ചെറിയ റിങ് പോലത്തെ സാധനമുണ്ട്. അത് സ്പിൻ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ സെൻസറിൻ്റെ അവിടെ കുറച്ച് കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിനനുസരിച്ചാണ് ABSൻ്റെ കാലിബ്രേഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് ABSൻ്റെ ഒരു ഏകദേശം വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിപ്പോൾ ABSന് പെട്ടെന്ന് എന്തെങ്കിലും പണി കിട്ടി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഫ്യൂസ് ചെക്ക് ചെയ്യുക. പിന്നെ രണ്ടാമതാണ് സെൻസർ ജസ്റ്റ് ഒത്തിരി ചെളിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വർക്ക് ചെയ്താന്നിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ നോക്കാം. പിന്നെ ഒരു കാര്യം പറയാം, ചിലപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ്റെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീലിങ്ങനെ തിരിച്ചിട്ടൊന്നൊരു ഓടിച്ച് നോക്കാം. അപ്പോൾ ചിലപ്പോൾ ശരിയായെന്ന് ഇരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ചെയ്തപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ടയർ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ ചിലവരൊക്കെ പറയുന്നുണ്ട് എന്താ പറയുക, വലിയ ടയർ ഇട്ട് കഴിഞ്ഞാൽ, അത് സൈസ് കൂടി ടയർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ABS വർക്കാവില്ല, അതിൻ്റെ കാലിബ്രേഷനിൽ വ്യത്യാസം വരാം എന്നൊക്കെ. സംഭവം ശരിയാണ്. അപ്പോൾ നമ്മുടെ V3നെ സംബന്ധിച്ചാണെങ്കിൽ V3യിൽ ഏറ്റവും വലിയ ടയർ സൈസ് ഇടാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 190-ൻ്റെയാണ്. അപ്പോൾ ഇതിപ്പോൾ 190-ൻ്റെ ടയറാണ്. അതായത് ഈ ഒരു വീലിൽ ഇടാൻ പറ്റുന്ന ഏറ്റവും വലിയതാണ്. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. കാരണം ഇതിൻ്റെ പിങ്ങാമിനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വന്നേക്കാം, പറയാൻ പറ്റൂല. അപ്പോൾ ഞാൻ ഒരിക്കലും അത് സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഒരു 160-ൻ്റെ ടയർ സൈസാണ് V3ക്ക് ഏറ്റവും ബെസ്റ്റർ. അപ്പോൾ അതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസിനൊക്കെ ചെറിയ വേരിയേഷനൊക്കെ വരും. അപ്പോൾ ഞാൻ വിട്ടുപോയൊരു കാര്യം ഞാൻ പറയാം. ചില വണ്ടിയുടെ ABSൻ്റെ കണക്ഷൻ ഡയറക്റ്റ് ബാറ്ററിയിലോട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് അഴിച്ചിട്ട് ചിലപ്പോൾ അത് ഇടാൻ മറന്നു കാണും. അപ്പോൾ ആ വയറും കൂടി ജസ്റ്റ് ചെക്ക് ചെയ്യണം. പിന്നെ അതേപോലെ എന്നോട് ഇപ്പോൾ ഇത്രയും വലിയൊരു ടയർ ഇട്ടിട്ട് എന്തെങ്കിലും ABSന് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിലിപ്പോൾ ഞാൻ ഒരു 10-600 കിലോമീറ്ററോളം ടയർ ഇട്ടിട്ട് ഇപ്പോൾ ഓടിച്ചിട്ടുണ്ട്. ഇതുവരെ എനിക്ക് ABSന് ഒരു പ്രശ്നമൊന്നും വന്നില്ല. ഈ കിട്ടിയ പണി എന്താണ് ഞാൻ ഇപ്പോൾ പറയാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ABSൻ്റെ ആദ്യത്തെ റിങ്. ഈ റിങ്ങിന് ചെറിയൊരു ബെൻഡ് വന്നേക്കുക.
ആ ബെൻഡ് വന്നുകൊണ്ടാണ് എൻ്റെ ABS എടുക്കാണ്ടിരുന്നത്. അപ്പം ഞാൻ ആദ്യം അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നീട് ഞാൻ ജസ്റ്റ് ഒന്ന് വീല് കറക്റ്റ് നോക്കിയപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ABSൻ്റെ അത് പണി കിട്ടിയത്. അപ്പം ഞാനത് മാറ്റി വെച്ചതിന് ഏകദേശം ഒരു 300 രൂപ എങ്ങാണ്ടായി. 100 രൂപ ആ റിങ്ങിന് ABS മോട്ടറിന് 100 രൂപയായി. അതേപോലെ തന്നെ സർവീസ് ചാർജായിട്ട് അവർ 200 സംതിങ് ആണ് എടുത്തത്. അപ്പോൾ അതിൽ കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റ് ആയതുകൊണ്ട് ഞാൻ ചെയ്തു. അപ്പോൾ ABSനൊക്കെ എന്തെങ്കിലും പണി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വെച്ചോണ്ടിരിക്കരുത്. അത് നിർബന്ധമായിട്ട് ചെയ്യുക. സേഫ്റ്റി ഫീച്ചേഴ്സ് നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മൾ സേഫ്റ്റി ഫീച്ചേഴ്സ് ആദ്യം നോക്കണം. അപ്പോൾ പിന്നെ ടയർ സൈസിനെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 190 ഞാൻ പ്രിഫർ ചെയ്യില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ 180ൻ്റെ ഒക്കെ ഇട്ടുണ്ട്. 180 വരെയൊക്കെ വലിയ കുഴപ്പമില്ല. 190 ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. എനിക്കിത് റേറ്റ് കുറച്ച് കിട്ടിയതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ പെർഫോമൻസും അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ടയർ സൈസ് എന്ന് പറഞ്ഞാൽ 160. അതിൽ കൂടുതൽ ഇടാതിരിക്കുക മാക്സിമം. അപ്പോൾ ഗായ്സ് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ABSനെ കുറിച്ചും നമ്മുടെ ABSൻ്റെ കാലിബ്രേഷനെ കുറിച്ചും ടയർ സൈസിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് മതി. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID @രാവണൻ. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. വേറെ ഒന്നും വിചാരിക്കേണ്ട, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു കടയൊക്കെ ഉണ്ട്, പെട്രോൾ ടാക്സി കസ്റ്റംസ്. അപ്പോൾ വണ്ടിയുടെ റാപ്പിങ്ങും കാര്യങ്ങളൊക്കെ, അതേപോലെ തന്നെ പെയിൻറ്റിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് മതി. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് ചെയ്യാം. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് സ്റ്റേ ട്യൂൺ.